എന്റെ ബിസിനസ് റൺ ചെയ്യാൻ എനിക്ക് ഇത്ര ചെലവുള്ളത് കൊണ്ട് ഞാൻ ഇത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ള ഒരു കസ്റ്റമർക്കും അറിയേണ്ട ആവശ്യമില്ല. ഇല്ല, ഞാൻ വീണ്ടും പറയാണ്, അതെ, എന്റെ ഷോപ്പ് റൺ ചെയ്യാൻ എനിക്ക് ഇത്രയും ചെലവുള്ളത് കൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും പൈസ കിട്ടിയെങ്കിലേ എനിക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഈ വിലയ്ക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു കസ്റ്റമർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോലോ അത് അവരുടെ ബാധ്യതയല്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. പകരം ഞാൻ ഈ സാധനം വിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇന്ന മൂല്യമാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്നിൽ നിന്ന് കിട്ടാൻ പോകുന്ന വേറെ ആരുടെ കിട്ടാത്ത മൂല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോസ്റ്റ് കൂട്ടുമ്പോൾ അവിടെ കസ്റ്റമർ 10 രൂപ എനിക്ക് തരുമ്പോൾ അവിടെ 100 രൂപ കിട്ടാനുള്ള മാർഗങ്ങൾ അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അത് പല രൂപത്തിലാവാം. ബിസിനസ് പ്രോഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. വിളിച്ചാലെടുക്കും, ഒരു കോൾ വിളിക്കുന്നു, ആ വിളിക്കുന്ന മൊമെന്റിൽ 3ാമത്തെ റിംഗിൽ 4ാമത്തെ റിംഗിൽ നമ്മൾ കോൾ എടുക്കുന്നു, ആ കസ്റ്റമറിന്റെ അടുത്ത 2 മിനിറ്റ് ലാഭമാണ്. റീട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മൾ പറയുന്ന കാര്യം ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ സമയം ലാഭമാണ്, എഫേർട്ട് ലാഭമാണ്. നമ്മുടെ ടെൻസ്ഡ് ആവുന്ന മൂഡിലോട്ട് നമ്മൾ പോവില്ല, മനസ്സിലായില്ല? അപ്പൊ ഇതൊക്കെ വാല്യൂ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വാല്യൂസിന് പൈസ തരാൻ കസ്റ്റമർക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളെ പോറ്റുക എന്നതിനേക്കാൾ ഉപരി കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രൈസ് തീരുമാനിക്കാനുള്ള അവകാശവും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷനും അവിടെ കസ്റ്റമറിൽ നിന്നും ഉണ്ടാവുന്നത്. അത് എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും ഉണ്ടാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തരം തിരിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് വാല്യൂ കാണാൻ കഴിയാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അത് അവരുടെ തെറ്റല്ല, അവരുടെ ആ തട്ടിലാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ലേ, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ വാല്യൂവിനനുസരിച്ച് ഒരു വാല്യൂ നമുക്ക് തരാൻ പറ്റുന്ന കസ്റ്റമർ ആയിരിക്കില്ല വരിക. ശരിക്കും ആലോചിച്ചാൽ മതി, നമ്മളിലേക്ക് വരുന്നത് ആളുകൾ, നമ്മൾ എത്രയാണോ ആ ലെവലിലെ ആളുകളാണ് നമ്മളിലേക്ക് വരും, അട്രാക്ട് ചെയ്യും. ഇത് വേൾഡ് നിയമം, ലോകത്തുള്ള നിയമമാണ്. എൻ്റെ അടുത്തേക്ക് ആള് വരുന്നു, ഒന്ന് ബാർഗൈൻ ചെയ്യുന്നുവെങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ എന്തേ ചെയ്യേണ്ടുള്ളൂ? ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ മാറി പൊങ്ങോട്ട് കയറാം. അതെ, അല്ലാതെ ഇത് നമ്മൾ ആ പൊസിഷനിൽ നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നപ്പോ നല്ലൊരു കഥ തന്നെ കണ്ട്, കാക്ക കണ്ടുമുട്ടുന്നത് എന്താണ്? മുന്നിൽ കാണുന്നത് മറ്റു കാക്കകളായിരിക്കും, അതിന്റെ ആ ലെവലിൽ പറക്കുന്ന സാധനം. പക്ഷെ പരുന്ത് കണ്ടുമുട്ടുന്നത് എന്താണ്? പരുന്ത് പറക്കുന്നത് ആ ലെവലിലാണ്. അവിടെ മറ്റു പരുന്ത് കണ്ടുമുട്ടുള്ളൂ. ഇത് ലോകത്തുള്ള എല്ലാ ഒരു കാര്യത്തിലും നമ്മളെ മൈൻഡ് സെറ്റിനകത്തിരിക്കുന്ന ആളുകളാണ് നമ്മളോട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടൊരു കോട്ടൊക്കെ ധരിച്ച ഒരാള്, ഞാനൊരു ഉദാഹരണം പറയാം, വെറുതെ പറയുന്നതാണ്. അങ്ങനത്തെ ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ ചെന്നിട്ട് എന്തായതെന്ന് ചോദിക്കാൻ പറ്റില്ല. നമ്മളെ ഡ്രസ്സിനനുസരിച്ച് നമ്മളെ അതിനനുസരിച്ച് ആളോട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അവരിലേക്കും കണക്ട് ചെയ്യുന്നത് ആ ലെവലിലേക്കും. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ വാല്യൂസ് ഷോപ്പിനകത്തൊക്കെ കൂട്ടണം. ഇത്തരത്തിൽ വാല്യൂസ് നമ്മൾ അറിഞ്ഞു കൂട്ടണം. ഡ്രസ്സിങ്ങിലായാലും ഷോപ്പിനകത്തുള്ള സെറ്റിങ്സിലായാലും ഒക്കെ കൂട്ടുമ്പോഴാണ് ആ വാല്യൂസിന് ഒരു വില കൊടുക്കുന്ന ആളുകൾ അതിലേക്ക് അട്രാക്ട് ചെയ്യും. അതുപോലെ ഇതിനോട് ഈ വാല്യൂ കൊടുക്കാത്ത ചില ആളുകൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജോഗ്രഫി അതിന് അനുകൂലമായിരിക്കണം. അത് അതുകൊണ്ടാണ് ആ ജോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, ആളില്ലെങ്കിൽ അത് വരില്ല. അത് അട്രാക്ട്. അപ്പൊ അത് ഇവിടെ പരുന്ത് മുകളിലാണ്, ഇവിടെ നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറി കട ചവറ് പോലെ വിറ്റ് എടുക്കുന്നത് വില കുറച്ച്, പക്ഷെ കേടുള്ളതും ഉണ്ടാവും. അപ്പൊ അതുപോലെ വിറ്റ് ഒഴിവാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നല്ല ലാഭമാണ്. നമുക്ക് ആ ഇതെല്ലാം കേടുന്നൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം. ഇങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകൾ റിച്ച് പോഷായിട്ട് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന് മുന്നിൽ ചെന്നിട്ട് ഇത് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആളെ വാങ്ങാൻ കിട്ടില്ല. കാശില്ലാത്തതുകൊണ്ടാണോ? വരില്ല. ആ ഷോപ്പ് കീപ്പർ എടുത്തോട്ട് അവര് വരില്ല. എനിക്ക് ബാംഗ്ലൂരിൽ എനിക്കറിയാം, ഒരു വ്യക്തി കണ്ടെയ്നർ കണക്കിന് പച്ചക്കറി ഇറക്കി ഗോഡൌണിലോട്ട് കൊണ്ടുപോയി ഉള്ളിയൊക്കെ ഒന്ന് തൊലി ഒന്ന് പൊളിച്ച് മിനുക്കി ക്യാബേജ് ഒക്കെ ആ പുറത്തുള്ള ആ സംഭവങ്ങളൊക്കെ ഇതാക്കി ഒരു ആളെ ഒന്ന് ക്യാബേജിനൊക്കെ ഒരു കുട്ടപ്പനാക്കി കൊണ്ടുപോയി അപ്പാർട്ട്മെന്റ്സിന്റെ മുന്നിൽ വിൽക്കുന്നുണ്ട്. ഡബിൾ പ്രൈസും ട്രിപ്പിൾ പ്രൈസിനും. അത് അവർ വാങ്ങിക്കും. കാരണം അതിന് അവർ മൂല്യം കൊടുക്കുന്നുണ്ട്. അതിന്റെ കാഴ്ചക്ക് മൂല്യം കൊടുക്കുന്നുണ്ട്. അത് പെർസെപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് നമ്മളുടെ നെഗറ്റീവ് സാധനങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പിന്നെ പോസിറ്റീവിന് വാല്യൂ ഉണ്ട്. അത് അവർ വാങ്ങിക്കും. അവരെത്ര പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കോടീശ്വരനായിട്ടുണ്ട് ആള്. ഇനി ഇവിടെ അതുപോലെ തന്നെ നമ്മൾ തണ്ണിമത്തൻ 1 കിലോയ്ക്ക് 20 രൂപയുള്ളൂ. ആ തണ്ണിമത്തൻ കൊണ്ട് നമുക്കൊരു 5 ഗ്ലാസ് 6 ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി. ഇതേ ജ്യൂസ് 15 രൂപയ്ക്ക് 20 രൂപയ്ക്കും വിൽക്കുന്ന ആളുകളുണ്ട്.
അപ്പൊ എങ്ങനെ കസ്റ്റമറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണം ഒരേ എന്നുള്ളത് സാധനം എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു ഇതൊക്കെ എന്നുള്ളത്. നമ്മൾ ഈ പറയുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആളുകൾ ഇതല്ലാത്ത ഒരുപാട് വഴിയിലൂടെ യാത്ര ചെയ്യണം. അവനവന്റെ ബിസിനസ്സിൽ ഇതൊക്കെ എങ്ങനെയൊക്കെ, അവനവന്റെ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ ഇത് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ യാത്ര ചെയ്താലേ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്തിന് നമ്മളൊരു ഗുണം കാണുന്നുള്ളൂ. അതെ. നമുക്ക് ഒരാൾക്കെങ്കിലും ഇതുപോലെ ഒന്ന് ചിന്തിക്കാനും ഇതുപോലെ ഒന്ന് ഒരു വേറൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കാനും പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ചില സമയങ്ങളിൽ ആവർത്തിച്ച് വരുന്നതിന്റെ കാരണം അതാണ്. നമ്മൾ പറയുന്നതല്ല അവർ കേൾക്കേണ്ടത്, പറയുന്നത് കേൾക്കണം എന്തോ ഒരു നിർബന്ധമില്ല, പക്ഷെ ഒരു ചിന്തക്ക് കാരണമാവുകയും അങ്ങനെ ആ ബിസിനസ് ഒന്നും കൂടെ വളർന്ന് ഒരു ലെവലിലേക്ക് വളരുക, ഒരാളെങ്കിലും വളരുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ സ്മൈൽ ടോക്കിന്റെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം. വേറൊന്നുമില്ലല്ലോ. Dude Telecom. Dude Telecom.